നമസ്കാരം. ഇന്നത്തെ ബുക്ക് മാർക്കിൽ നമ്മൾ പരിചയപ്പെടുന്നത് വിനോയ് തോമസിന്റെ പ്രശസ്തമായ ഒരു നോവലാണ് കരിക്കോട്ടക്കരി. പുറ്റ്, രാമച്ചി, മുള്ളരഞ്ഞാണം തുടങ്ങി മുതൽ വരെ അദ്ദേഹത്തിന്റെ കൃതികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളിയുടെ ബേസിക് കഥ കളികമനാറിലെ കുറ്റവാളികൾ എഴുതിയതും വിനോയ് തോമസ് തന്നെയാണ്. പുതിയ ഒരുപാട് ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ രചനയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പുതുതലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ. 2014 DC കിഴക്കേ മുറി ജന്മശതാബ്ദി നോവൽ മത്സരത്തിന്റെ പരസ്യം കണ്ട് 1.5 മാസം കൊണ്ട് ഒരു നോവൽ എഴുതി തീർക്കുന്നു. മര്യാദയ്ക്കൊന്ന് പകർത്തി എഴുതാൻ പോലും സാധിക്കാതെ വരികയും ഒടുവിൽ ഉണ്ടാക്കി കിട്ടിയത് പലയിടത്തും തെറ്റുകളൊക്കെയുള്ള ഒരു കുഞ്ഞാപ്പി നോവൽ. അതിനുശേഷം അദ്ദേഹം തന്നെ തിരുത്തി എഴുതിയ നോവലാണ് ഇപ്പോൾ വായിച്ചത്. 8 വർഷങ്ങൾക്ക് ശേഷം പുതുക്കി എഴുതിയത് എന്നാണ് കവർ പേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വിനോയ് തോമസിന്റെ കരിക്കോട്ടക്കരി എന്ന നോവൽ. അധികാരത്തിൽ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കരിക്കോട്ടക്കരി എന്ന നോവൽ ആരംഭിക്കുന്നത്. വൈദേശികവും തദ്ദേശീയവുമായ 2 കുലീന പാരമ്പര്യങ്ങളുടെ കൂടിച്ചേരലിൽ നിന്നാണ് അധികാരത്തിൽ കുടുംബം ഉടലെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കർശനമായ നിയമങ്ങളുള്ള, അതിൽ വീഴ്ച വരുത്തിയാൽ അധികാരത്തിൽ എന്ന വീട്ടുപേര് പോലും ഉപയോഗിക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. ചരിത്രത്തെക്കുറിച്ചും കുടുംബത്തിൻ്റെ മഹിമയെക്കുറിച്ചും പറഞ്ഞ ശേഷം കഥയുടെ വർത്തമാനത്തിൽ ഫിലിപ്പോസിൻ്റെയും റോസമ്മയുടെയും വിവാഹമാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പ്. അങ്ങനെ അവർക്കൊരു കുഞ്ഞു പിറന്നു. അധികാരത്തിൽ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം ഒരു കറുമ്പനാണ് ജനിച്ചിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം. ഒട്ടും ആർഭാടമില്ലാതെ കുഞ്ഞിൻ്റെ മാമോദിസ നടത്തി. ഇറാനിമോസ് ഫിലിപ്പോസ് എന്ന പേര് നൽകി. ബന്ധുക്കളും നാട്ടുകാരും മാമോദിസയുടെ അന്നാണ് കൊച്ചിനെ ആദ്യമായി കണ്ടത്. അയ്യോ, ഇതൊരു കരിക്കോട്ടക്കരിക്കാരനാണല്ലോ. ഇറാനിമോസിന്റെ ജീവിതത്തിൽ കരിക്കോട്ടക്കരി ആദ്യമായി ഇടപെട്ടത് അന്നാണ്. 42 വർഷങ്ങൾക്ക് ശേഷം ഇറാനിമോസ് ഫിലിപ്പോസ് തൻ്റെ വിസ്മയകരമായ ചരിത്രം എഴുതാനിരുന്നപ്പോൾ തലക്കെട്ടായി കുറിച്ചിട്ടു കരിക്കോട്ടക്കരി. ആമുഖമായി അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കരിക്കോട്ടക്കരിയുടെ അധ്യായം തുടങ്ങുന്നതും അവിടെ നിന്നാണ്. സംഭവബഹുലമായ ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, ഒട്ടനവധി മനുഷ്യരുടെ ജീവിതം കൂടെയാണ് നോവൽ നമ്മളോട് പറയുന്നത്. മനുഷ്യരുടെ വികാര വിചാരങ്ങളെ, സാഹചര്യങ്ങളെ, അധികാരത്തിൻ്റെ അകത്തളങ്ങളെ, മനുഷ്യരുടെ പലായനങ്ങളെ, അങ്ങനെ കരിക്കോട്ടക്കരി നമ്മളോട് പറയുന്ന, കാലത്തിൽ അടയാളപ്പെടുത്തുന്ന പലതുമുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന നോവൽ. 142 പേജുകൾ എന്ന് പറയുമ്പോൾ മാക്സിമം 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം എന്ന് കൂടെ പറയാം. പന്നിക്കളിപ്പാട്ട്, വിമലഗിരി കോളേജ്, സുൽത്താൻ ഗുഹ, പിയാത്തെ തുടങ്ങി 3-ാം ചേര സാമ്രാജ്യം വരെയുള്ള 12 അധ്യായങ്ങൾ വായനക്കാരന് സമ്മാനിക്കുന്നത് കരിക്കോട്ടക്കരി എന്ന വീണ്ടും വായിക്കപ്പെടേണ്ടുന്ന ഒരു ദേശത്തിൻ്റെ സംഭവബഹുലമായ ചരിത്രം കൂടിയാണ്. അധികാരത്തിൽ കുടുംബം, അത് നമുക്ക് മുന്നിൽ തുറന്നിടുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ. ഇറാനിമോസ് കരിക്കോട്ടക്കരിയിൽ എത്തുമ്പോഴാണ് അവിടുത്തെ ജീവിതത്തെയും അവർ നേരിടുന്ന പ്രതിസന്ധികളെയും നമ്മൾ കൂടുതലായി അറിയുന്നത്. 2 സാഹചര്യങ്ങളിലൂടെ വിനോയ് തോമസ് വരച്ചിരുന്ന ലോകം വിവിധ കോണുകളിലൂടെ കാണുകയും അറിയുകയും പഠിക്കേണ്ടതുമായ കാര്യമാണ്. പുലയരുടെ കനാൻ ദേശം എന്നറിയപ്പെടുന്ന കരിക്കോട്ടക്കരി, അവിടുത്തെ പുലയരുടെയും പരിവർത്തിത ക്രിസ്ത്യാനികളുടെയും ജീവിത സംഘർഷങ്ങളെ കൂടെ വിനോയ് തോമസ് ശക്തമായി വരച്ചിരുന്നുണ്ട്. സെബാന്റെ ജീവിതത്തിലൂടെ അത് വളരെ ശക്തമായി തന്നെ പറയുന്നുമുണ്ട്. വിദ്യാഭ്യാസം, അധികാരം, ജാതി, ജോലി, അങ്ങനെ പലതിലൂടെയും വേർതിരിക്കപ്പെട്ട മനുഷ്യരുടെ സംഘർഷങ്ങളുടെ ഭൂമിക കൂടെയാണ് കരിക്കോട്ടക്കരി. ഒടുവിൽ ഇറാനിമോസിന്റെ പ്രഖ്യാപനത്തിൽ പുതിയ രാഷ്ട്രീയത്തിൻ്റെ ചിന്തകളിലേക്ക് കൂടെ വായനക്കാരനെ കൊണ്ടുപോകുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പറ്റാത്ത ഒരു ലോകം തന്നെയാണ് കരിക്കോട്ടക്കരി. അധികാരത്തിൽ തറവാടിൻ്റെ പഴമയിലിരുന്ന് ജീർണിക്കാൻ തുടങ്ങിയ ഒരു ദിവസം ഞാൻ പുറത്തേക്കിറങ്ങി. എസ്റ്റേറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് കാടും കൂറമുള്ളും വളർന്ന് പടർന്നിരിക്കുകയാണ്. കാറ്റനക്കമില്ലാതെ കാട്ടിൽ പക്ഷികളും ചീവീടുകളും ചിലയ്ക്കുന്നു. കാക്കകൾ ചുള്ളിക്കമ്പുകൾ പെറുക്കി മരങ്ങളിൽ കൂടുണ്ടാക്കുകയാണ്. റബ്ബർ മരങ്ങളുടെ തളിരുകൾ മൂത്ത് ഇലകളായി മാറിക്കഴിഞ്ഞു. ആ ഇലകൾക്കിടയിലൂടെ വെളിച്ചം ചിതറി വീഴുന്നു. റബ്ബർ മരങ്ങളുടെ മാരകമായ തണലിൽ നിന്നും പ്രകാശം തേടി ചെറുമരത്തൈകൾ തലകൾ നീട്ടുന്നു. വർഷങ്ങളിലൂടെ അവർ അതിജീവിക്കുമായിരിക്കും. ഞാൻ കണ്ണുകളടച്ചു. മനസ്സ് മാത്രമറിയുന്ന ഒരു കാറ്റ് കടന്നുപോയി. എൻ്റെ ചുറ്റുമുള്ള പ്രകൃതി, മണ്ണിനടിയിലെ കൃമികീടങ്ങളുടെ ഇളക്കം. ചിലത് മുകളിലേക്കെത്തി കൊഴിഞ്ഞ ഇലകൾക്കിടയിലൂടെ അരിച്ചു നടക്കുന്നു. പൊൻനിറമുള്ള പാറ്റകൾ, മഴവിൽ കുപ്പായമിട്ട ഉരുളൻ വണ്ടുകൾ, പുള്ളിയുടുപ്പിട്ട പുഴുക്കൾ, മണ്ണിരകൾ, ചുരുളൻ തേരട്ടകൾ, വളപുളപ്പൻ വരയിട്ട് പോകുന്ന ഒച്ചുകൾ, തേളുകൾ, പഴുതാരകൾ, അതിനു മുകളിൽ തലയുയർത്തിപ്പോകുന്ന പാമ്പുകൾ, മുയലുകൾ, കീരികൾ, മരപ്പട്ടികൾ, അണ്ണാറക്കണ്ണന്മാർ, കുറുക്കന്മാർ, ചെന്നായ്ക്കൾ, മാനുകൾ, പുലികൾ, അതിനു മുകളിൽ പറന്നു പോകുന്ന കാട്ടുകോഴികൾ, കാക്കകൾ, കരിയിലപ്പിടികൾ, ചെമ്പോത്തുകൾ, മയിലുകൾ, വവ്വാലുകൾ, മണ്ണും ചെടികളും ആകാശവും നിറയെ ജീവികൾ. അവരിലൊരാളായി ഞാനും. വർഷങ്ങളായി ഈ ശാന്തതയാണ് ഞാൻ തേടി നടന്നത്. കരിക്കോട്ടക്കരിയുടെ കവർ പേജിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
സ്വത്വനഷ്ടത്തിൻ്റെയും സ്വത്വ അന്വേഷണത്തിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ആകുലരാകുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ കഥ. വായിച്ചില്ലെങ്കിൽ തീർച്ചയായും വായിക്കേണ്ടുന്ന ഒരു പുസ്തകം. ബിനോയ് തോമസിൻ്റെ മറ്റ് കൃതികൾ വരുന്ന എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങളും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.